ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടുള്ള വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമുള്ള ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉള്ളുവെങ്കിലും അതിന് ടേസ്റ്റിന് ഒരു വ്യത്യാസമില്ല. ഇത് പ്രത്യേകിച്ചും ബാച്ചിലേഴ്സിന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ? 600 ഗ്രാം ചിക്കൻ ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട്. അത് മൂർച്ചയുള്ളൊരു കത്തി ഉപയോഗിച്ച് എല്ലാ കഷ്ണത്തിലും ചെറപറാന്ന് ഇങ്ങനെ കുത്തണം. കുത്തി കഴിയുമ്പോൾ നമ്മൾ മസാല എല്ലാം ചേർക്കുമ്പോൾ നന്നായിട്ട് അതിൻ്റെ ഉള്ളിലെല്ലാം പിടിക്കാനായിട്ട് അത് സഹായിക്കും. ഒരു പാൻ എടുത്ത് ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് 5-6 സ്പൂൺ ഓയിൽ ഒഴിച്ച് ഇനി ഞാൻ അതിനകത്തേക്ക് 2 വലിയ സവാള എടുത്ത് ഇതേപോലെ അരിഞ്ഞ് അതിനകത്തിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി, അതേപോലെ തന്നെ 3-4 ചുള വെളുത്തുള്ളി, ഇതെല്ലാം നല്ല പേസ്റ്റായിട്ട് അരച്ച് ഈ വഴറ്റിയ സവാളയ്ക്കൊപ്പം ചേർത്തു. അതൊന്ന് മൂത്ത് കഴിഞ്ഞപ്പം നമുക്ക് ബാക്കിയുള്ള മസാലകളെല്ലാം അതിനകത്ത് ചേർക്കാം. ആദ്യം തന്നെ ഞാൻ ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തു, ഒരു 1/2 സ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ട്, 1 സ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്തു. അത് നന്നായിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കത്തി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കണം. തീ കുറച്ച് വയ്ക്കണം. ഈ സമയത്ത് തീ കുറച്ച് വെച്ച് നന്നായിട്ട് ഇളക്കണം. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റണം. എന്നിട്ട് അതിനകത്തേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതൊന്ന് മിക്സ് ചെയ്ത ശേഷം അതിനകത്തേക്ക് നമുക്ക് ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു 5 മിനിറ്റ് നമുക്കതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. അതിനകത്തേക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. അതൊന്ന് വഴറ്റി കഴിയുമ്പോൾ നമുക്ക് തൈര് അല്ലെങ്കിൽ യോഗർട്ട് ഏതായാലും കുഴപ്പമില്ല, അതൊന്ന് ചേർക്കണം. ഇനി അതിനകത്തേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണം. ഞാൻ ഇതിനകത്തേക്ക് ഒരു 3 പച്ചമുളക് നടുവേ കീറി ഇടുന്നുണ്ട്. എരിവ് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഇതിനകത്ത് കുറച്ച് കുരുമുളക് പൊടിയും കൂടി, എരിവ് ആവശ്യത്തിനനുസരിച്ച് കുറച്ച് കുരുമുളക് പൊടി എത്ര ആവശ്യമുണ്ടോ അത്രയും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അടച്ചു വെച്ച് ഒരു 15 മിനിറ്റെങ്കിലും വേവിച്ചെടുക്കണം. ചിക്കൻ അവിടെ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ബിരിയാണി റൈസ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മസാല എടുത്തിട്ടുണ്ട്. കുറച്ച് കറുകപ്പട്ട, കുറച്ച് ഗ്രാമ്പു, കുറച്ച് ഏലക്കായ. ആദ്യം കുറച്ച് വെള്ളമെടുത്ത് തിളപ്പിക്കണം. തിളപ്പിച്ച ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് അതിനകത്ത് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ മസാലക്കൂട്ട് അതിനകത്ത് ഇടണം. ഞാനിവിടെ ഒരു വലിയ കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച അരിയാണ്. അരിയിട്ട് കഴിഞ്ഞ ശേഷം നമുക്ക് ഒരു നാരങ്ങ നീര് അതിനുള്ളിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. പിന്നെ അതിനകത്തേക്ക് 1 സ്പൂൺ പെരുംജീരകം കൂടി ചേർക്കണം. അരി അവിടെ കിടന്ന് തിളയ്ക്കട്ടെ. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ നോക്കാം. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ചിക്കൻ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അരി ഒരു 90% ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഇനിയുള്ള വേവ് ചിക്കനും അരിയും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരുമിച്ച് വേവിക്കാം. ഇപ്പം നമ്മൾ വെള്ളം അളന്നൊന്നുമല്ല ഒഴിച്ചത്, അപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഒഴിച്ച് ആ വെള്ളം വാർത്ത് കളഞ്ഞു. ഇനി നമുക്ക് ഈ ചോറ് ചിക്കൻ വെച്ച ആ പാനിലേക്ക് തന്നെ കുറച്ച് ചോറ് ആദ്യം തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ചോറ് ഇട്ടു. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചിക്കൻ എല്ലാം കൂടി ഇട്ട് കൊടുക്കണം. ചിക്കൻ കറി എല്ലാം ഫുൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള ചോറ് എല്ലാം അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഈ ചോറിൻ്റെ മുകളിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് കശുവണ്ടിയോ മുന്തിരിയോ എന്തെങ്കിലും വറുത്ത് ചേർക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒപ്പം തന്നെ വറുത്ത് ചേർക്കാം. ഇപ്പം ഞാൻ ഇതിനകത്തൊന്നും ചേർക്കുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് ബാക്കി ഒന്നും കൂടി ഇതൊന്ന് മിക്സായി ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 10 മിനിറ്റ് വളരെ ലോ ഫ്ലെയിമിൽ ഇതൊന്ന് മൂടി വെച്ച് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കണം. ഇനിയിപ്പം 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് തുറന്നിട്ട് നോക്കാം. തുറന്നു കഴിഞ്ഞപ്പോൾ നല്ല മസാലയുടെ എല്ലാത്തിൻ്റെയും നല്ല റൈസിൻ്റെയൊക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട്.
ഞാനിതിപ്പം കഴിക്കാനായിട്ട് പാത്രത്തിലേക്ക് വിളമ്പുവാണ്. ഇപ്പം അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് നാരങ്ങാച്ചാറാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ. നാരങ്ങാച്ചാറും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സാലഡ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ കുക്കുംബറും സവാളയും തക്കാളിയും പിന്നെ കുറച്ച് തൈരും ഇട്ടിട്ടുള്ളൊരു സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സാലഡും. ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ ബാച്ചിലർ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. താങ്ക് യു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. താങ്ക് യു വെരി മച്ച്.